ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ബ്രിട്ടീഷ് പീരീഡിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ്. അതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഭാഗങ്ങൾ ചാർട്ടർ ആക്ട്, ഓറിയൻ്റലിസ്റ്റിക് ആംഗ്ലിസിസ്റ്റിക് കോൺട്രവേഴ്സി, മെക്കാളേസ് മിനിറ്റ്സ്, വുഡ്സ് ഡെസ്പാച്ച്, ഹണ്ടർ കമ്മീഷൻ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട്, സാഡ്ലർ കമ്മീഷൻ, ഹർട്ടോഗ് കമ്മിറ്റി. ഇത്രയാണ് പ്രധാനമായും അതിൽ പഠിക്കേണ്ട ഭാഗങ്ങൾ. There was a breakthrough the education system in India during British rule. The modern universities and modern education system in India were established during British rule. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്താണ് നമുക്ക് മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റവും മോഡേൺ യൂണിവേഴ്സിറ്റീസും ഒക്കെ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. For the first 60 years of their rule in India, the British paid no attention towards the പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ അവരിന്ത്യ ഭരിക്കുന്ന സമയത്ത് ഏകദേശം 60 കൊല്ലക്കാലം ഈ എഡ്യൂക്കേഷൻ ഫീൽഡിൽ അവർ പ്രത്യേകമായ ശ്രദ്ധയൊന്നും കേന്ദ്രീകരിച്ചിട്ടില്ലായിരുന്നു. ശേഷം അവരുടെ ടെറിട്ടോറിയൽ കോൺക്വസ്റ്റ് ഒക്കെ നടന്ന റവന്യൂ എല്ലാം അവരുടെ കൺട്രോളിലായതിനു ശേഷം ദേ ബിഗാൻ ടു കോൺസെൻട്രേറ്റ് ഓൺ ദ കൾച്ചറൽ മിഷൻ ടു സിവിലൈസ് ദ നേറ്റീവ്സ്. അപ്പോൾ നമ്മുടെ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന ആൾക്കാരെ സിവിലൈസ് ചെയ്യാനും കൾച്ചറൽ മിഷനും ഒക്കെ ആയിട്ട് അവർ അതിന് ശേഷമാണ് ഏറ്റെടുത്തത്. ഇൻ ദ ഏർലിയർ ഡേയ്സ് എഡ്യൂക്കേഷൻ വാസ് റിസീവ്ഡ് ബൈ അറ്റൻഡിങ് ഗുരുകുലംസ് ആൻഡ് ഇറ്റ് വാസ് ഓപ്പൺ ടു ഓൾ. അപ്പം നേരത്തെ, അതായത് പഴയകാലത്തെ ഗുരുകുല സിസ്റ്റത്തിൽ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം നേടിയിരുന്നു. വിത്ത് ദ ചേഞ്ചസ് ഇൻ ദ സോഷ്യൽ സ്ട്രക്ചർ ഇറ്റ് വാസ് ഇമ്പാർട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് വർണ്ണ ആൻഡ് ദെയർ ജോബ് നേച്ചർ. അപ്പോൾ സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും വർണ്ണത്തിൻ്റെയും ജോബ് നേച്ചറിൻ്റെ അടിസ്ഥാനത്തിലായി പിന്നെ ഈ ഗുരുകുലത്തിൽ വിദ്യാഭ്യാസം ചെയ്യാനുള്ള ആളുകളുടെ അറ്റൻഡിങ്സ്, അതായത് ആളുകൾ എത്താനുള്ളത് ആ വർണ്ണത്തിൻ്റെയും ജോബ് നേച്ചറിൻ്റെ അടിസ്ഥാനത്തിലായി. All these were changed with the introduction of modern system of education during British rule. അപ്പോൾ ഇതെല്ലാം എന്തിന് കാരണമായി? ബ്രിട്ടീഷ് റൂളിൽ മോഡേൺ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാനുള്ള കാരണമായി. ദെൻ ഫസ്റ്റ് 1813 ചാർട്ടർ ആക്റ്റാണ്. ഈ ചാർട്ടർ ആക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ it gave a humble beginning to the development of education in India. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പരമോന്നത അല്ലെ ഹമ്പിളായിട്ടുള്ളൊരു തുടക്കമാണ് ഈ ചാർട്ടർ ആക്ട് എന്ന് വേണമെങ്കിൽ പറയാം. Under this act, the company was directed to sanction an annual expenditure of 1 lakh rupees for the revival and promotion of literature and for the introduction and promotion of science among the masses. അപ്പോൾ ആ കാലഘട്ടത്തിൽ കമ്പനി എന്ത് ചെയ്തെന്നറിയാം? ആനുവലി 1 ലക്ഷം രൂപ ഈ ലിറ്ററേച്ചർ പ്രൊമോഷന് വേണ്ടിയും സയൻസ് കൂട്ടമായ ആൾക്കാർക്ക് സയൻസിൽ പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയും 1 ലക്ഷം രൂപ വീതം അന്ന് കമ്പനി ആനുവലായിട്ട് അനുവദിച്ചു. ഇത് ദ സാങ്ഷൻ എമൗണ്ട് വാസ് നോട്ട് അവൈലബിൾ ടിൽ 1823. അപ്പോൾ ആക്ട് 1813 പക്ഷേ 1823 വരെ ഇത് സാങ്ഷനായില്ല. Meanwhile, the educated Indians of Bengal established the Calcutta College in 1870. അങ്ങനെ ഇരിക്കെ തന്നെ 1817 ബംഗാളിൽ ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഓൾസോ 3 സാൻസ്ക്രിറ്റ് കോളേജസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെൻറ് അറ്റ് കൽക്കട്ട, ഡൽഹി ആൻഡ് ആഗ്ര. അപ്പോൾ ഈ കൽക്കട്ടയിലും ആഗ്രയിലും ഡൽഹിയിലുമായി 3 സാൻസ്ക്രിറ്റ് കോളേജുകളും സ്ഥാപിച്ചു. അത് കഴിഞ്ഞുള്ളതാണ് ഓറിയൻ്റലിസ്റ്റ് ആംഗ്ലിസിസ്റ്റ് കോൺട്രവേഴ്സി. അപ്പോൾ ഓറിയൻ്റലിസ്റ്റും ഉണ്ട്, ആംഗ്ലിസിസ്റ്റും ഉണ്ട്. ആ 2 സംവാദക്കാരുടെ ഇടയിലുള്ള ഒരു കോൺട്രവേഴ്സിയാണ് ഈ ഓറിയൻ്റലിസ്റ്റ് ആംഗ്ലിസിസ്റ്റ് കോൺട്രവേഴ്സി കൊണ്ട് അർത്ഥമാക്കുന്നത്. ദ ജനറൽ കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ 1823 വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോർഡ് മക്കാളെ ടു ലുക്ക് ആഫ്റ്റർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ 1823 അന്നത്തെ പബ്ലിക് ഇൻസ്ട്രക്ഷൻ്റെ ജനറൽ കമ്മിറ്റി ലോർഡ് മക്കാളെ ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു നേതൃത്വം അദ്ദേഹത്തിന് കൊടുത്തു. ദ കമ്മിറ്റി കൺസിസ്റ്റഡ് 10 members who were divided into 2 groups. അപ്പോൾ 10 members ആയിരുന്നുള്ളത്, അവർ 2 ഗ്രൂപ്പായിട്ട് മാറി.
the Orientalist and the Anglicist. Orientalist, led by H.T.P. Prinsep, advocated that while the Western education should be taught to take up jobs, importance should be given to traditional Indian ലേണിംഗ്. അപ്പോൾ ഓറിയൻ്റലിസ്റ്റ് പറഞ്ഞെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം നൽകുക എന്നത് പിന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ കൂടി, അതായത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊടുക്കുമെങ്കിൽ കൂടെയും, പക്ഷേ ട്രഡീഷണൽ ഇന്ത്യൻ ലേണിങ്ങിലാണ്, അതായത് നമ്മുടെ ഭാഷയിൽ തന്നെ പഠിക്കണം എന്നുള്ളൊരു വാദമാണ് ഓറിയൻ്റലിസ്റ്റിൻ്റെ വാദം എന്ന് പറയുന്നത്. Anglicist advocated that government should spend on the development of modern studies. The Anglicists were further divided into two groups as there was controversy over the medium of language. അപ്പോൾ ആംഗ്ലിസിസ്റ്റ് എന്ന് പറയുന്നത് ഫുള്ളി എന്തായിരുന്നു, ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ സ്റ്റഡീസ്. അപ്പോൾ അവർ വിദ്യാഭ്യാസം ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം, മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കണം എന്നുള്ളൊരു സംവാദമാണ് അവരിലുണ്ടായിരുന്നത്. ഇവർ തന്നെ വീണ്ടും രണ്ടായിട്ടങ്ങ് തിരിഞ്ഞു. അപ്പോൾ മീഡിയം ഓഫ് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ഒരു കോൺട്രവേഴ്സി തന്നെ അവിടെ നിലവിൽ വന്നു. ഫൈനലി ദ ഡിസ്പ്യൂട്ട് വാസ് സെറ്റിൽഡ് ബൈ ദ then Governor General Lord Macaulay, who came up with the minutes on education policy. അവസാനം ഈ കോൺട്രവേഴ്സി നിലനിൽക്കെ തന്നെ ലോർഡ് മക്കാളെ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒരു മിനിറ്റ്സ് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് മെക്കാളേസ് മിനിറ്റ്സ്. അപ്പോൾ ഓറിയൻ്റൽ ഓക്സിഡൻ്റൽ അല്ലെങ്കിൽ ആംഗ്ലിസിസ്റ്റിക് കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാരെന്ന് പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും എന്നാൽ ഇന്ത്യൻ ലാംഗ്വേജിൽ തന്നെ വിദ്യാഭ്യാസം നൽകണമെന്ന് പറഞ്ഞു. മറുവിഭാഗം, അതായത് ഓക്സിഡൻ്റൽ അല്ലെങ്കിൽ ആംഗ്ലിസിസ്റ്റിക് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ സ്റ്റഡീസും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലുമായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്ന ഒരു കോൺട്രവേഴ്സിയാണ് ഈ ഓറിയൻ്റൽ ആംഗ്ലിസിസ്റ്റിക് അല്ലെങ്കിൽ ഓറിയൻ്റൽ ഓക്സിഡൻ്റൽ കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. അടുത്തത് മെക്കാളെ മിനിറ്റ്സ് ആണ്. 1835 മെക്കാളെ മിനിറ്റ്സ് വന്നത്. One of the most influential critics who opposed the views of Orientalist was Thomas Babington Macaulay. ആക്ച്വലി ഇതിൻ്റെ ഈ കോൺട്രവേഴ്സിക്ക് എതിരായിട്ടാണ്, അല്ലെങ്കിൽ ആ കോൺട്രവേഴ്സി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരു മെക്കാളെ മിനിറ്റ്സ് വന്നതെങ്കിലും, പക്ഷേ ഈ മെക്കാളെ മിനിറ്റ്സ് എന്ന് പറയുന്നത് ഈ ഓറിയൻ്റലിസ്റ്റിക് വ്യൂസിന് ഒരു ഒപ്പോസിഷൻ പോലെയാണ് ഈ മിനിറ്റ്സിൽ പറഞ്ഞിരിക്കുന്നത്. In order to settle controversy of Orientalist and Anglicist, he wrote his famous Minutes on Education in 1835. ഇങ്ങനെ നിലനിൽക്കുകയാണ് 1835 അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ മിനിറ്റ്സ്, അതായത് മിനിറ്റ്സ് ഓൺ എഡ്യൂക്കേഷൻ എന്നുള്ളത് തയ്യാറാക്കിയത്. ഹി ഫേവേർഡ് ദ വ്യൂസ് ഓഫ് ആംഗ്ലിസിസ്റ്റ് ഓൺ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. അദ്ദേഹം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ, ആംഗ്ലിസിസ്റ്റിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെയാണ് അദ്ദേഹം അനുകൂലിച്ചത്. In response to Macaulay's minutes, the government introduced English as the medium of instruction in schools and colleges. അതുകൊണ്ട് അന്നത്തെ ഗവൺമെൻറ് സ്കൂളിലും കോളേജുകളിലും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാക്കി. Thus, the British tried to educate a small section of upper and middle class and thereby create a class of person who were Indians by blood and color, but English in taste, in opinion, in morals and in intellect. അതായത് അവർ ഉദ്ദേശിച്ചത്, അതായത് ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സ്മോൾ പോർഷൻസ് ഓഫ് ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. അത് ഒരു അപ്പർ ക്ലാസ്സിലും ലോവർ മിഡിൽ ക്ലാസ്സിലുമുള്ള ആൾക്കാർക്ക് മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്തു. അവർ ഈ വിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാരെന്ന് പറയുന്നത് ഇന്ത്യൻസ് ആണ്. അവർ ബൈ ബ്ലഡ്, അതായത് രക്തം കൊണ്ട് അവർ ഇന്ത്യൻസ് ആണ്. പക്ഷേ അവരുടെ ടേസ്റ്റ്, അവരുടെ ഒപ്പീനിയൻ, അവരുടെ മോറൽ, ഇൻ്റലക്റ്റ് ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ രീതിയിലാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഈ മെക്കാളെ മിനിറ്റ്സിൻ്റെ ഉദ്ദേശം തന്നെ. ദിസ് വാസ് നോൺ ആസ് ദ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. ഈ ഒരു കാര്യത്തെയാണ് എന്തെന്ന് പറയുന്നത്, ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. അതായത് അപ്പർ ക്ലാസ്സിലെയും മിഡിൽ ക്ലാസ്സിലെയും ഒരു പോർഷൻ ആൾക്കാർക്ക് മാത്രം വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവർ, അതായത് നമ്മുടെ ഇന്ത്യയിലെ ഇൻ്റലക്ച്വലായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവർക്ക് വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്തിട്ട്
നമ്മുടെ നിറത്തിലും രക്തത്തിലും നമ്മൾ ഇന്ത്യൻസ് ആണ്, പക്ഷേ അവരുടെ രീതിയിലാക്കിയെടുക്കുക, അതായത് അവരുടെ ടേസ്റ്റ്, അവരുടെ ഒപ്പീനിയൻ, അവരുടെ ഇൻ്റലക്റ്റ്, അവരുടെ മോറൽസ് അതല്ലേ പഠിപ്പിക്കുന്നത്, അതെല്ലാം ആക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. ഈ ഒരു കാര്യത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറയുന്നത്. അന്നത്തെ നോർത്ത് പ്രിവൻസിലെ ഗവർണർ ജെയിംസ് തോംസൺ മെയ്ഡ് എഫേർട്ട് ടു ഡെവലപ്പ് ദ വില്ലേജ് എഡ്യൂക്കേഷൻ ത്രൂ ദ വെർണാക്കുലർ മീഡിയം. ഈ വെർണാക്കുലർ മീഡിയത്തിൽ തന്നെയാണ് അന്നത്തെ വില്ലേജ് കാലത്ത് വില്ലേജിലെ അതായത് ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകളിൽ വെർണാക്കുലർ സിസ്റ്റം മീഡിയമായിരുന്നു അന്ന് വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഇൻ ഓർഡർ ടു ട്രെയിൻ പീപ്പിൾ ഓഫ് ദെയർ റവന്യൂ ആൻഡ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സബ്ജക്ട്സ് സച്ച് ആസ് മെൻസുറേഷൻ, അഗ്രികൾച്ചർ വെയർ ഇൻക്ലൂഡഡ് ഇൻ ദ കരിക്കുലം. ഈ മേഖലകളിലെല്ലാം അവർ അവരുടെ കരിക്കുലത്തിൽ സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തിയിരുന്നു. ദെൻ 1854 വുഡ്സ് ഡെസ്പാച്ച്. In 1854, Charles Wood, the president of the board of control of the East India Company, അന്ന് 1854 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബോർഡ് ഓഫ് കൺട്രോൾ ആയിരുന്നു ആരെന്ന് പറയുന്നത് ചാൾസ് വുഡ്. അദ്ദേഹമാണ് ഇഷ്യൂഡ് എ കോംപ്രഹെൻസീവ് ഡെസ്പാച്ച് ഓൺ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടി ഒരു ഡെസ്പാച്ച് അദ്ദേഹം തയ്യാറാക്കി. ദിസ് കെയിം ടു ബി നോൺ ആസ് ദ വുഡ്സ് ഡെസ്പാച്ച്. അദ്ദേഹം തയ്യാറാക്കിയത് കൊണ്ടാണ് ഈ ഡെസ്പാച്ചിന് എന്ത് പറയുന്നത്, വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്നത്. ദിസ് വാസ് കൺസിഡേർഡ് ആസ് ദ മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അതായത് ബ്രിട്ടീഷ് എഡ്യൂക്കേഷനിലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇന്ത്യയിലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഈ വുഡ്സ് ഡെസ്പാച്ചിനെയാണ്. ഇറ്റ് മാർക്ക് ദ ട്രയംഫ് ഓഫ് ദോസ് ഹു ഒപ്പോസ് ഓറിയൻ്റൽ ലേണിംഗ്. അപ്പോൾ ഓറിയൻ്റൽ ലേണിങ്ങിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ആണ് ഈ ഡെസ്പാച്ച് വന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ, ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ മാഗ്ന കാർട്ട എന്ന് ഈ വുഡ് ഡെസ്പാച്ചിനെ അറിയപ്പെടുന്നത്. ഇനി വുഡ്സ് ഡെസ്പാച്ചിലെ റെക്കമെൻഡേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. റെക്കമെൻഡഡ് ഇംഗ്ലീഷ് ആസ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ. അതായത് ഹയർ എഡ്യൂക്കേഷനിൽ മാത്രം എന്ത് കൊടുക്കുക, ഇംഗ്ലീഷ് മീഡിയമായി കൊടുക്കുക. പ്രപ്പോസ്ഡ് setting up of vernacular primary school, Anglo vernacular high schools and affiliated colleges district level. അപ്പോൾ പ്രൈമറി ക്ലാസ്സുകളിൽ നമ്മുടെ വെർണാക്കുലർ സബ്ജക്റ്റുകൾ ലാംഗ്വേജിൽ പഠിപ്പിക്കുക. അതായത് നമ്മുടെ വെർണാക്കുലർ ആംഗ്ലിക് സബ്ജക്റ്റുകളൂടെ ചേർത്തുകൊണ്ട് ഹൈസ്കൂൾ ആൻഡ് അഫിലിയേറ്റഡ് കോളേജസ്, ഡിസ്ട്രിക്ട് ലെവൽ അഫിലിയേറ്റഡ് കോളേജുകളിൽ ഇംഗ്ലീഷും നമ്മുടെ ലാംഗ്വേജും കൂടെ ചേർത്ത് പഠിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത നിർദ്ദേശം. Then emphasized on the vocational instruction and establishment of the technical schools and colleges. അപ്പോൾ വൊക്കേഷണൽ ഇൻസ്ട്രക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, ടെക്നിക്കൽ സ്കൂൾസും കോളേജസുകളും സ്ഥാപിക്കുക. Recommended the establishment of teacher training institution based on the model that exists in England. അന്നത്തെ കാലത്ത് ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കുക. ഇറ്റ് റെക്കമെൻഡഡ് ദ സിസ്റ്റം ഓഫ് grant in aid in order to the foster private enterprise in the education sector. എഡ്യൂക്കേഷൻ സെക്ടറിലെ പ്രൈവറ്റ് മേഖലകൾക്ക് ഗ്രാൻഡ് ഇൻ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുക. ഇറ്റ് എക്സ്റ്റെൻഡ് സപ്പോർട്ട് ടു ദ എഡ്യൂക്കേഷൻ ഓഫ് വുമൺ. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പ്രൊമോഷൻ കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളൊരു റെക്കമെൻഡേഷനും ഈ വുഡ്സ് ഡെസ്പാച്ചിലുണ്ടായിരുന്നു. വളരെ അനുകൂലമായ ഇന്നത്തെ ഒരു സിസ്റ്റത്തോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടുള്ളതായിരുന്നു ഈ വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്നത്. അതൊക്കെ കൊണ്ടാണ് ഈ വുഡ്സ് ഡെസ്പാച്ചിനെ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് 1882 ഹണ്ടർ കമ്മീഷനാണ്. The British government appointed a commission under the chairmanship of W. Hunter in 1882 in order to review the progress of education in India since the Wood Despatch 1854. അപ്പോൾ 1854 വുഡ് ഡെസ്പാച്ചിന് ശേഷം ഉള്ള ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് അദ്ദേഹത്തിനെ ചെയർമാനായിട്ട് നിയമിച്ചുകൊണ്ട് W. ഹണ്ടർ എന്ന് പറയുന്ന അദ്ദേഹത്തെ ചെയർമാനായിട്ട് നിയമിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തത്. ഈ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസും, അതായത് ഇത് കൺഫൈൻ ചെയ്തിരുന്ന ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻസ് മെയ്ഡ് ബൈ ദ ഹണ്ടർ കമ്മീഷൻസ് ആർ:
It emphasized that special care of the state is necessary for the extension and improvement of the primary education. അപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതിൻ്റെ എക്സ്റ്റൻഷനും വേണ്ടി ഓരോ സ്റ്റേറ്റിനും സ്പെഷ്യൽ കെയർ കൊടുക്കുക. ഇറ്റ് റെക്കമെൻഡഡ് ദാറ്റ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ പ്രൈമറി എഡ്യൂക്കേഷൻ ഷുഡ് ബി വെർണാക്കുലർ. അതായത് നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വെർണാക്കുലർ ലാംഗ്വേജിൽ തന്നെ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ദ കമ്മീഷൻ ഓൾസോ റെക്കമെൻഡഡ് ദാറ്റ് ദ കൺട്രോൾ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ ബി ട്രാൻസ്ഫേർഡ് ടു ദ ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് ഡിസ്ട്രിക്റ്റ് ആൻഡ് മുനിസിപ്പൽ ബോർഡ്. അപ്പോൾ ഈ പ്രൈമറി എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡിസ്ട്രിക്ട് ബോർഡുകളും കൺട്രോൾ ബോർഡുകളും കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് റെക്കമെൻഡഡ് ദ ഡിവിഷൻ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻ 2. അപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷനെ 2 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലിറ്റററി എഡ്യൂക്കേഷൻ ഫോർ ദ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ, പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ ഫോർ കൊമേഴ്സിൽ ആൻഡ് വൊക്കേഷണൽ കരിയേഴ്സ്. അതെ, അപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒന്ന് ലിറ്റററി എഡ്യൂക്കേഷനാണ് ഫോർ ദ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷന് ഓറിയൻറ്റ് ചെയ്തുകൊണ്ടാണ്. ദെൻ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ കൊമേഴ്സിൽ ആൻഡ് വൊക്കേഷണൽ കരിയേഴ്സിനെ ഉന്നം വെച്ചുകൊണ്ട് ഇങ്ങനെ 2 രീതിയിലായിരിക്കണം സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ പോകാനെന്നാണ് അവരുടെ റെക്കമെൻഡേഷൻ. Recommended steps to encourage the private players in the education sector. For example, liberalization of the grants in aid system, recognition of aided school as equivalent to the government school. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിനും ഗ്രാൻറ്റിൻ്റെ എയ്ഡ് കൊടുക്കുക. അത് വുഡ്സ് ഡെസ്പാച്ചിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ്റിനെ പോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ എയ്ഡഡ് സ്കൂളുകളിൽ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിലും ഗ്രാൻറ്റിൻ എയ്ഡ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക. It also drew attention to inadequacies in female education and made recommendation on that front. അപ്പോൾ ഫീമെയിൽ എഡ്യൂക്കേഷൻ ഇന്നാഡിക്വസീസ് അവർ കണ്ടെത്തിക്കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യണമെന്നുള്ളൊരു റെക്കമെൻഡേഷനും ഈ ഹണ്ടർ കമ്മീഷനിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട്. 1901 A round table conference was held at Shimla in which the highest educational officers and the representatives of the universities participated. അപ്പോൾ 1901 ഷിംലയിൽ വെച്ചൊരു റൗണ്ട് കോൺഫറൻസ് നടന്നിരുന്നു. അപ്പോൾ ധാരാളം ഒഫീഷ്യൽസ് പിന്നെ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസൊക്കെ റെപ്രസെൻ്റ് ചെയ്തിരുന്നു. കുറച്ച് അവരുടേതായിട്ടുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ് താഴെ പറയുന്നുണ്ട്. വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ പ്രസിഡൻസി ഓഫ് സർ തോമസ് റാലി ഇൻ 1902. 1902 തോമസ് റാലിയുടെ നേതൃത്വത്തിലാണ് ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നത്. ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ബൈ റാലി കമ്മീഷൻ ദ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് ഓഫ് 1904 വാസ് പാസ്ഡ്. മെയിൻ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The universities were asked to make provisions in order to promote study and research, to appoint professors and lecturers. അപ്പോൾ പിന്നെ എന്താ പറയുക, മേക്ക് പ്രൊവിഷൻ ഇൻ ഓർഡർ ടു പ്രൊമോട്ട് സ്റ്റഡി ആൻഡ് റിസർച്ച്, ടു അപ്പോയിൻറ്റ് പ്രൊഫസേഴ്സ് ആൻഡ് ലെക്ചേഴ്സ്. മോസ്റ്റ് ഓഫ് ദ ഫെലോസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി വെയർ ടു ബി നോമിനേറ്റഡ് ബൈ ദ ഗവൺമെൻറ് ആൻഡ് ദെയർ ടെന്യൂർ വാസ് റെഡ്യൂസ് ടു 6 years. അപ്പോൾ ഗവൺമെൻറ്റാണ് ഇവരെ നോമിനേറ്റ് ചെയ്തിരുന്നത്. അവരുടെ ടെന്യൂർ എന്ന് പറയുന്നത് 6 years ആയിരുന്നു. ദ നമ്പർ ഓഫ് ഫെലോസ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഷുഡ് നെയ്തർ ബി ലെസ് ദാൻ 50 nor more than 100. അവരുടെ ഫെലോസ് എന്ന് പറയുന്നത് എത്ര ആയിരുന്നു? 50 അല്ലെങ്കിൽ 100-നപ്പുറം പോയിരുന്നില്ല. ദ ഗവൺമെൻറ് വാസ് ഗിവൻ ദ പവർ, യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തിരുന്ന പവർ ആയിരുന്നു അന്ന്, ടു വീറ്റോ ദ റെഗുലേഷൻ പാസ്ഡ് ബൈ ദ സെനറ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റി. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് പാസ്സാക്കുന്ന റെഗുലേഷൻസിന് വീറ്റോ നൽകുക. ദ മേക്ക് അമെൻമെൻറ്റ് ടു ദ റെസൊല്യൂഷൻ അമെൻമെൻറ്റ് പാസ്സാക്കുക. ടു ഫ്രെയിം ദ ഫേസ് ഇറ്റ്സ് ഓൺ റെസൊല്യൂഷൻ, അവരുടെ റെസൊല്യൂഷൻ അവർ തന്നെ ഫ്രെയിം ചെയ്യുക. എ ഗ്രാൻഡ് ഓഫ് 5 lakhs rupees for 5 years വാസ് സാങ്ഷൻഡ് ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ്റെയും യൂണിവേഴ്സിറ്റീസിൻ്റെയും ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി 5 lakhs rupees 5 yearsലേക്ക് സാങ്ഷൻ ചെയ്യും. The affiliation of colleges to universities and defining the territorial limits of these universities was to be done by the Governor General in Council. അപ്പോൾ ഒരു ടെറിട്ടോറിയൽ ലിമിറ്റ്സ് വെച്ചിരുന്നു. ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ അദ്ദേഹത്തിന് അതിൻ്റെ ഓരോ യൂണിവേഴ്സിറ്റി വാസ് ടു ബി ഡൺ ബൈ ദ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ. ഓക്കെ. Then Sadler Commission 1917
to 1990. The government of India appointed a committee under the chairmanship of M.E. Sadler to report on the problems of Calcutta University. അങ്ങനെ 1917 ഗവൺമെൻറ് ഒരു സാഡ്ലർ എന്ന് പറയുന്ന അദ്ദേഹത്തെ കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ പ്രോബ്ലം പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ നിയമിച്ചു. സാഡ്ലർ കമ്മീഷൻ റിവ്യൂഡ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ഫ്രം ദ കോളേജ് സ്കൂൾ ടു കോളേജ്. Important recommendation of the Sadler Commission as follows. A 12-year school course is a must. കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ പ്രോബ്ലം പഠിക്കാനാണെങ്കിലും സാഡ്ലർ പക്ഷേ സ്കൂളിലെയും കോളേജിലെ എല്ലാ പ്രശ്നങ്ങളും പഠിച്ചു. അങ്ങനെ അദ്ദേഹം റെക്കമെൻഡ് ചെയ്താണ് 12-year സ്കൂൾ കോഴ്സ് ഈസ് എ മസ്റ്റ്. 12 വർഷത്തെ സ്കൂൾ കോഴ്സ് കമ്പൽസറി ആയിരിക്കണം. ആഫ്റ്റർ ദ ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ സ്റ്റുഡൻറ്റ് ക്യാൻ എൻ്റർ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റെഡ് ഓഫ് മെട്രിക്. അതായത് ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നതിന് മുമ്പ് മെട്രിക് ലെവൽ എക്സാം അല്ലെങ്കിൽ മെട്രിക് പാസ്സാവണം. ആഫ്റ്റർ ദി ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ സ്റ്റുഡൻറ്റ് ക്യാൻ എൻ്റർ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റെഡ് ഓഫ് മെട്രിക്. അതായത് ഈ ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് മെട്രിക്കിലേക്ക് പോകാതെ അവർക്ക് എന്ത് ചെയ്യാം, പിന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ സെപ്പറേറ്റ് ബോർഡ് ഫോർ ദ സെക്കൻഡറി ആൻഡ് ഇൻ്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ ഇൻ ഓർഡർ ടു അഡ്മിനിസ്റ്റർ ആൻഡ് റെഗുലേറ്റ് ദ സെക്കൻഡറി ആൻഡ് ഇൻ്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ. അപ്പോൾ സെക്കൻഡറിയും ഇൻ്റർമീഡിയറ്റ് എഡ്യൂക്കേഷനും അതിൻ്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി സെപ്പറേറ്റ് ബോർഡ് സ്ഥാപിച്ചു. ദ ഡ്യൂറേഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ വാസ് ലിമിറ്റഡ് ടു 3 years. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് എഡ്യൂക്കേഷന് 3 വർഷം ലിമിറ്റ് ചെയ്തു. ഇറ്റ് റെക്കമെൻഡഡ് ലെസ് റിജിഡിറ്റി ഇൻ ഫ്രെയിമിംഗ് റെഗുലേഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷൻ്റെ ഫ്രെയിം ചെയ്യുന്നതിന് ഒരു റിജിഡിറ്റി കുറയ്ക്കുക. ഇറ്റ് എംഫസൈസ്ഡ് ഓൺ വിമൻ എഡ്യൂക്കേഷൻ, ടീച്ചർ ട്രെയിനിങ് കോഴ്സസ് ഇൻ അപ്ലൈഡ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ എന്തിലൊക്കെ അദ്ദേഹം റെക്കമെൻഡേഷൻ കൊടുത്തിരുന്നു? വിമൻ എഡ്യൂക്കേഷൻ, ടീച്ചർ ട്രെയിനിങ് എഡ്യൂക്കേഷൻ, അപ്ലൈഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇതിലെല്ലാം അദ്ദേഹം എംഫസൈസ് ചെയ്തിരുന്നു. ദെൻ 1929 ഹർട്ടോഗ് കമ്മിറ്റി. വിത്ത് ദ ഇൻക്രീസ് in the quantity of educational institution, there was a deterioration in the quality of the education. Thus, Hartog Committee was established in 1929 to make recommendation for the development of education in India. അങ്ങനെ 1929 നമ്മുടെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാനും ക്വാളിറ്റി ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിറ്റീരിയറേഷൻ സംഭവിക്കുന്നതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് 1929 ഹർട്ടോഗ് കമ്മിറ്റിയെ നിയമിച്ചു. അവരുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ: പ്രൈമറി എഡ്യൂക്കേഷൻ ഷുഡ് ബി ഗിവൺ ഇമ്പോർട്ടൻസ്. പ്രൈമറി എഡ്യൂക്കേഷന് കൂടുതൽ പ്രാധാന്യം നൽകുക. ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് ദ ഹേസ്റ്റി എക്സ്പാൻഷൻ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ സിസ്റ്റം. ദ കമ്മീഷൻ ക്രിട്ടിസൈസ് ദ ഇൻഡിസ്ക്രിമിനേറ്റ് അഡ്മിഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് വിച്ച് ലെഡ് ടു ദ ലോവറിംഗ് ഓഫ് ഇറ്റ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ അതായത് പിന്നെ അഡ്മിഷൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡേർഡ് നിലവാരം കുറഞ്ഞു പോകുന്നു. അതുപോലെ റെക്കമെൻഡഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സെലക്റ്റീവ് സിസ്റ്റം ഫോർ അഡ്മിഷന് വേണ്ടി ഒരു സെലക്റ്റീവ് സിസ്റ്റം ഉണ്ടാക്കണം. റിറ്റൻഷൻ ഓഫ് ആവറേജ് സ്റ്റുഡൻസ് ആൻഡ് ഡൈവേർട്ട് ദം ഇൻ ടു ദ കോഴ്സ് ലീഡിങ് ടു ദ കൊമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ കരിയേഴ്സ്. അപ്പോൾ കുട്ടികളുടെ ആ ഒരു പിന്നെ നിലവാരത്തിനനുസരിച്ച് അവരെ ഡൈവേർട്ട് ചെയ്ത് അല്ലെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുക, കൊമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ കരിയേഴ്സിന് വേണ്ടി ലീഡ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു റെക്കമെൻഡേഷനും അദ്ദേഹം കൊടുത്തിരുന്നു. അതുപോലെ ഇൻ്റർമീഡിയറ്റ് കോഴ്സ് അബോളിഷ് ചെയ്തു. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ഇൻറ്റു അക്കാഡമിക് ആൻഡ് വൊക്കേഷണൽ. അപ്പോൾ ഹൈസ്കൂൾ എഡ്യൂക്കേഷനെ അക്കാഡമിക് വൊക്കേഷണൽ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കണമെന്നും ക്ലാസിഫൈ ചെയ്യണമെന്നും അദ്ദേഹം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിൽ പറയുന്ന 1-2 കാര്യം കൂടെ അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച 2-3 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരൂടെ പറയാം. ലോർഡ് വാറൻ ഹേസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ്ഡ് കൽക്കട്ട മദ്രാസ് in 1781 for the study of Muslim law and related subject. മുസ്ലിം ലോസ് ആൻഡ് റിലേറ്റഡ് സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ മദ്രാസിലും കൽക്കറ്റയിലും 1781 ലോർഡ് വാറൻ ഹേസ്റ്റിംഗ് കോളേജുകൾ സ്ഥാപിച്ചു. ജൊനാഥൻ ഡങ്കൻ എസ്റ്റാബ്ലിഷ്ഡ് സാൻസ്ക്രിറ്റ് കോളേജ് ഇൻ 1791 ഫോർ ദ സ്റ്റഡി ഓഫ് ഹിന്ദു ലോ ആൻഡ് ഫിലോസഫി. അപ്പോൾ ഹിന്ദു ലോ ആൻഡ് ഫിലോസഫി പഠിക്കാൻ വേണ്ടി 1791 ജൊനാഥൻ ഡങ്കൻ സാൻസ്ക്രിറ്റ് കോളേജ് സ്ഥാപിച്ചു. ഇൻ 1804 William College was set up Wellesley for the purpose of training the civil servants of the company. അപ്പോൾ കമ്പനിയുടെ സിവിൽ സർവൻസിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി വെല്ലസ്ലി പ്രഭു 1800 ഒരു കോളേജ് സ്ഥാപിച്ചു, ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചു. ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ പർട്ടിക്കുലർ
The Serampore missionaries were spreading the modern education system very enthusiastically. സെരാംപൂർ എന്ന് പറയുന്ന അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ക്രിസ്ത്യൻ മിഷണറീസ് അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവർ തുടങ്ങി. ഇത്രയായിരുന്നു ബ്രിട്ടീഷ് പീരീഡിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇത് കൂടാതെ നമുക്ക് 1837 ഗാന്ധിജി 1937 ഗാന്ധിജി തുടങ്ങി വെച്ച വാർധ സ്കീമൊക്കെ ബ്രിട്ടീഷ് പീരീഡിൽ തന്നെയായിരുന്നു. അത് പക്ഷേ നമുക്കിതിൻ്റെ കൂടെ പഠിക്കേണ്ട, നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇത്രയാണ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷനെക്കുറിച്ച്, ബ്രിട്ടീഷ് റൂളിലെ ഇന്ത്യൻ എഡ്യൂക്കേഷനെക്കുറിച്ച് പഠിക്കാനുള്ളത്.